കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് രോഗങ്ങൾ, രോഗകാരികൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് അറിഞ്ഞിരുന്നാൽ 1 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സംശയങ്ങളൊന്നും ഇല്ലാതെ തന്നെ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒരു കോഡിലൂടെ പഠിക്കാം. നല്ലൊരു കോഡ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കോഡാണ് കേട്ടോ. അപ്പോൾ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഡിലൂടെ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരുന്നത്. കോഡ് കേട്ടതിന് ശേഷം കോഡിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള കോഡ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈറസ് രോഗങ്ങൾ, ആദ്യം കോഡൊന്ന് നോക്കാം. കോഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് വൈറസ് രോഗങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ആരെയും അവഹേളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങനെ ഒരു കോഡ്. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നോക്കാം. പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ് മഞ്ഞ സിൽക്ക് മുണ്ടെടുത്ത് മെല്ലെ വന്നു. കഴിക്കാൻ കൊടുക്കാനാണെങ്കിൽ എയ്ഡ്സ് ഒന്നുമില്ല. എയ്ഡ്സ് ഉദ്ദേശിച്ചത് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ്, നമുക്കൊരു സന്തോഷമാണല്ലേ ആളെ ഒന്ന് സൽക്കരിക്കുക എന്നുള്ളത്. അപ്പോൾ പോളിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ സാറിന് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ പോൾ വിചാരിക്കുകയാണ് സാർ ആദ്യമായിട്ട് വന്നതല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ പോൾ എന്തൊക്കെ വാങ്ങിക്കാൻ പോയി? അരി, ചിക്കൻ, പന്നി, സബോള എന്നിവയൊക്കെ വാങ്ങിക്കണം. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കറി വയ്ക്കാനായിട്ട് നോക്കുമ്പോഴാണ് എന്ത് മനസ്സിലായത്? വേവിക്കാൻ ആ വീട്ടിലൊരു തുള്ളി ജലമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴും സാറ് പോയിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോൾ ആലോചിക്കുകയാണ്, ഈ ഡിങ്കൻ പക്ഷിയെപ്പോലെ ഒഴിയാബാധയായി ഇരിക്കുകയാണല്ലോ ദൈവമേ എന്ന് ഓർക്കുകയാണ്. ഡിങ്കൻ എന്നുള്ളത് നമ്മുടെ ഈ ഒരു കുരങ്ങൻ സാറ് അല്ലെങ്കിൽ ഡിങ്കൻ എന്നൊക്കെ പറയുന്നത് ആ സാറിൻ്റെ ഒരു ഇരട്ടപ്പേരായിട്ട് നിങ്ങൾ കരുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കോഡ്. ഇനി ഇതെങ്ങനെ വൈറസ് രോഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കോഡ് ഒരിക്കൽ കൂടി നോക്കാം. പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ് മഞ്ഞ സിൽക്ക് മുണ്ടെടുത്ത് മെല്ലെ വന്നു. കഴിക്കാൻ കൊടുക്കാൻ എയ്ഡ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പോള് പോയിട്ട് അരി, ചിക്കൻ, പന്നി, സബോള എന്നിവയൊക്കെ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. വാങ്ങി വന്നപ്പോഴാണെങ്കിൽ വേവിക്കാൻ ജലവുമില്ല. അപ്പോഴും സാറ് പോയിട്ടില്ല. ഈ ഡിങ്കൻ പക്ഷിയെപ്പോലെ ഒഴിയാബാധയായല്ലോ ദൈവമേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കോഡ് അവസാനിക്കുകയാണ്. ഇനി കോഡും വൈറസ് രോഗങ്ങളും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്ന് നോക്കാം. കണക്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു കോഡ് 4-5 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പോൾ ആ കോഡ് മനസ്സിൽ പതി. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ നോക്കാം. പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ് മഞ്ഞ സിൽക്ക് മുണ്ടെടുത്ത് മെല്ലെ വന്നു. അപ്പോൾ നോക്കിയേ, പോളിൻ്റെ പോളിയോ, ജപ്പാനിലുള്ള ജപ്പാൻ ജ്വരം, കുരങ്ങൻ സാറ് അല്ലെ കുരങ്ങൻ സാറ്, പിന്നെ ഡിങ്കൻ എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇരട്ട പേരാണ് കേട്ടോ ഈ സാറിൻ്റെ. അപ്പോൾ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ്, കുരങ്ങുപനി, സാറെന്ന് പറയുമ്പോൾ സാർസുമായിട്ട് കണക്ട് ചെയ്യണം. ഈ 4 രോഗങ്ങൾ കണക്റ്റ് ആയല്ലോ. പോളിയോ, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി, സാർസ്. പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ്, 4 രോഗങ്ങൾ അവിടെ കിട്ടി. മഞ്ഞ സിൽക്ക് മുണ്ടെടുത്ത് മെല്ലെ വന്നു. അവിടെയും 4 രോഗങ്ങളുണ്ട്. മഞ്ഞ എന്ന് പറയുമ്പോൾ മഞ്ഞപ്പനി, പിന്നെ സിൽക്ക് എന്ന് പറയുമ്പോൾ മീസിൽസ് ആണ് കണക്ട് ചെയ്യേണ്ടത്. മുണ്ടെടുത്ത് മുണ്ടിനീര്, മുണ്ടിനീരിനെയാണ് മംസ് എന്നൊക്കെ പറയുന്നത്. മുണ്ടിനീര്, പിന്നെ മെല്ലെ വന്നു റുബല്ല. അപ്പോൾ നമ്മൾ 8 രോഗങ്ങൾ കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ് മഞ്ഞ സിൽക്ക് മുണ്ടെടുത്ത് മെല്ലെ വന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ. കഴിക്കാൻ കൊടുക്കാൻ എയ്ഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ എയ്ഡ്സ് എന്നുള്ളത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ സാധനങ്ങളെ നമ്മൾ പൊതുവേ എയ്ഡ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യണം. അല്ലാതെ വേറെ കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് വരും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ സാറിന് കൊടുക്കാൻ, സാറാണ് ആദ്യമായിട്ട് വരികയാണ്, സാറിന് കൊടുക്കാനായിട്ട് എയ്ഡ്സ് ഒന്നുമില്ല, വീട്ടിൽ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എയ്ഡ്സ് എന്നുള്ളത് അവിടെ കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ പോള് തീരുമാനിക്കുകയാണ് എന്ത് വേണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സാറിന് നല്ലൊരു ബിരിയാണി കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോള് അരി വാങ്ങിക്കണം, ചിക്കൻ, പന്നി, സബോള ഇവയൊക്കെ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ഇവിടെ നമുക്ക് അരിമ്പാറ, ചിക്കൻ പോക്സ്, പന്നിപ്പനി, എബോള ഇവ കണക്ട് ചെയ്യാം. അരി, ചിക്കൻ, പന്നി, സബോള എന്നിവ വാങ്ങാനാണ് പോയത്. അപ്പം അരിമ്പാറ, ചിക്കൻ പോക്സ്, പന്നിപ്പനി, എബോള എന്നിവ അവിടെ കണക്റ്റ് ആവണം. ഇതൊക്കെ വാങ്ങി വന്നപ്പോഴാണ് നമ്മുടെ പോൾ ഓർത്തത് വീട്ടിൽ തുള്ളി വെള്ളമില്ല, ജലമില്ല എന്നുള്ളത്. അപ്പോൾ ജലദോഷവും അവിടെ കണക്റ്റായി. അപ്പോൾ സാർ എന്നിട്ടും പോയിട്ടില്ല കേട്ടോ, സാറ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോള് ഉള്ളിൻ്റെ ഉള്ളിൽ ഓർക്കുകയാണ് ഈ ഡിങ്കൻ
പക്ഷിയെപ്പോലെ ഒഴിയാബാധയാണല്ലോ. ഒഴിയാബാധയായിട്ട് ഒപ്പം കൂടിയിരിക്കുകയാണ്, പോയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം നോക്കിയേ, ഡിങ്കൻ എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ ഡെങ്കിപ്പനിയായിട്ട് കണക്ട് ചെയ്യുക. പക്ഷി എന്നത് പക്ഷിപ്പനിയുമായിട്ട് കണക്ട് ചെയ്യുക. ഒഴിയാബാധ പേവിഷബാധ. അപ്പോൾ എത്ര രോഗങ്ങൾ നമ്മൾ കണക്റ്റ് ആയി നോക്കിയേ. പോളിയോ, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി, സാർസ്, മഞ്ഞപ്പനി, മീസിൽസ്, മുണ്ടിനീര്, റുബല്ല, എയ്ഡ്സ്, അരിമ്പാറ, ചിക്കൻ പോക്സ്, പന്നിപ്പനി, എബോള, ജലദോഷം, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ. 17 രോഗങ്ങളാണ് നമുക്ക് ഈ ഒരു കോഡ് പഠിച്ചാൽ അതിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാവുന്നത്. കോഡ് ഒരിക്കൽ കൂടി നോക്കാം. പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ്. ആ രോഗങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കണം കേട്ടോ. പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറ്. പോളിയോ, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി, സാർസ്. മഞ്ഞ സിൽക്ക് മുണ്ടെടുത്ത് മെല്ലെ വന്നു. അപ്പോൾ മഞ്ഞപ്പനി, മീസിൽസ്, മംസ് അല്ലേ, മുണ്ടിനീര്, അതാണ് മുണ്ടെടുത്തുള്ളത്. അപ്പോൾ മുണ്ടിനീര്, മെല്ലെ, റുബല്ല. പിന്നെ വീട്ടിൽ കൊടുക്കാൻ എന്തില്ല, എയ്ഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത്രയും രോഗങ്ങളായി. ഇനി അരിമ്പാറ, അരി, ചിക്കൻ, പന്നി, സബോള എന്നിവ മേടിക്കണം. അപ്പോൾ അരിമ്പാറ, ചിക്കൻ പോക്സ്, പന്നിപ്പനി, എബോള. വാങ്ങി വന്നപ്പോഴാണെങ്കിൽ ജലമില്ല, ജലദോഷം. ഡിങ്കൻ പക്ഷിയെപ്പോലെ ഒഴിയാബാധയായല്ലോ. ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ. അപ്പോൾ ഇത്രയും അസുഖങ്ങൾ നമ്മൾ ഈസി ആയിട്ട് കണക്ട് ചെയ്തില്ലേ. അപ്പോൾ ഈ കോഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇനി ഇപ്പം നമ്മൾ പഠിച്ച കോഡ് വൈറസ് രോഗങ്ങളുടെ കോഡാണ് എന്ന് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ കോഡാണെന്ന്. ഇത് നിങ്ങൾ വൈറലാക്കുകയാണെങ്കിൽ ഇത് വൈറസ് രോഗങ്ങളുടെ കോഡാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഉത്തരവാദിത്വം വരുന്നത് നിങ്ങൾക്കാണ്. നമ്മുടെ കോഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. തുടർന്നും ഇതുപോലെയുള്ള കോഡ് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഡിനെക്കുറിച്ചും ഇനി വേണ്ടുന്ന ക്ലാസ്സുകളെക്കുറിച്ചും കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. നമുക്കത് കണക്ട് ചെയ്ത് രസകരമായ കോഡുകളിലൂടെയൊക്കെ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാം.